ഹലോ നമസ്കാരം. ട്രസ്റ്റഡ് ബേർഡ്സ് എന്ന് അരുണാണ് സംസാരിക്കുന്നത്. ഇത് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ. അതായത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന മൂന്നാമത്തെ വീഡിയോ. നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ട പോലെ തന്നെ ആദ്യം ഇട്ടുണ്ടായിരുന്ന ഒരു 3 BHK ഫ്ലാറ്റാണ് പൂങ്കുന്നത്ത്, തൃശ്ശൂർ ഹൃദയഭാഗമൊക്കെ ആയ പൂങ്കുന്നത്ത്. കുറേ എൻക്വയറീസ് വന്നു. നിങ്ങളുടെ സപ്പോർട്ട് കാരണം നല്ലൊരു റീച്ചിലേക്ക് തന്നെ എത്തി, നല്ല വ്യൂസും കാര്യങ്ങളും എൻക്വയറീസ് കുറേ വന്നു. അപ്പോൾ അത് ഇട്ടിട്ട് 2 ദിവസത്തിനകം തന്നെ അത് സോൾഡ് ഔട്ടായി. അപ്പോൾ അതൊന്നും എനിക്ക് കുറേ കസ്റ്റമേഴ്സിനെ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു 3 BHK ഫ്ലാറ്റ് അയ്യന്തോളാണ്. നമ്മുടെ പൂങ്കുന്നം പോലെ തന്നെ തൃശ്ശൂരിൻ്റെ സമീപമായുള്ള സ്ഥലമാണ് അയ്യന്തോൾ. എല്ലാവർക്കും അറിയാം, കളക്ടറേറ്റ്, പോലീസ് സ്റ്റേഷൻ എല്ലാം, പിന്നെ അതേപോലെ നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ. അതേപോലെ സ്കൂള്, അമൃത വിദ്യാലയം സ്കൂള്, പിന്നെ കോൺവെൻറ്റ് സ്കൂള്, ഇതൊക്കെ സമീപമായിട്ടുള്ള സ്ഥലമാണ് അയ്യന്തോൾ. അപ്പോൾ ട്രസ്റ്റഡ് ബേർഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയമായ സ്വാഗതം. നമുക്ക് വീഡിയോയിൽ കാണാം. പടിഞ്ഞാറേക്കോട്ട ജംഗ്ഷനിൽ അയ്യന്തോൾ പോണ റോഡാണ്. അയ്യന്തോൾ കളക്ടറേറ്റ് പോണ റോഡാണ്. ഇത് ചുങ്കം ജംഗ്ഷനായി. ചുങ്കം ജംഗ്ഷൻ പൂങ്കുന്നം പോലെ തന്നെ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ടൗണാണ്. തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ നിന്ന് മാറാണ്ട്, ഇവിടെ ഉള്ളവർക്കറിയാം, വലിയ രീതിക്കൊന്നും മാറാണ്ട് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ നിന്ന് പൂങ്കുന്നത്തേക്ക് എങ്ങനെ അതേ ഡിസ്റ്റൻസ് തന്നെയാണ് അയ്യന്തോളിലേക്കും. ഓക്കെ, പൂങ്കുന്ന ആ ഒരു ഭാഗത്താണെങ്കിൽ അയ്യന്തോൾ ഈ ഒരു ഭാഗത്ത്. അങ്ങനെ പോണ റോഡൊക്കെ നല്ല റോഡാണ്. കളക്ടറേറ്റ് റോഡായതുകൊണ്ട് എപ്പോഴും അവർ ഫുൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഈ ലെഫ്റ്റിൽ കാണുന്നത് കളക്ടറേറ്റ് ആണ്. നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത്. ഈ ലെഫ്റ്റിൽ കാണുന്നത് ഒരു പള്ളിയും കോൺവെൻറ്റ് സ്കൂളും ആണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റൈറ്റ് പോണ വഴിയാണ്. അഡ്വക്കേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഏരിയ. അതുകൊണ്ട് പേടിക്കാനും കാര്യങ്ങളൊന്നുമില്ല. ഫുള്ളെല്ലാം അടുത്ത് തന്നെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അറിഞ്ഞപ്പോൾ വഴി കാണിച്ചു തന്നില്ലേ, അയ്യന്തോൾ സെൻട്രൽ തന്നെയാണ്. ഓക്കെ, ഈ വഴി ഇങ്ങനെ പോയിട്ട് ഇവിടെ നമ്മളിങ്ങനെ ഇതാണ് നമ്മുടെ മെയിൻ വഴി. നമ്മുടെ പ്രോപ്പർട്ടിക്ക് വരാൻ കുറേ വഴികളുണ്ട്. അയ്യന്തോൾ ആ ഒരു സിവിൽ ലൈനിൻ്റെ വഴി കൂടെ കുറേ കട്ട് ചെയ്ത് വരാം. ഈ എൻ്റെ റൈറ്റിൽ കാണുന്ന ഈ വഴിയിൽ നിന്നും വരാൻ പറ്റും. അതേപോലെ കുറേ വഴികളുണ്ട്. ചുങ്കത്തുനിന്നും വരാൻ പറ്റും, ചുങ്കം സെൻറ്ററിൽ നിന്നും വരാൻ പറ്റും. സപ്തവർണ്ണ ബിൽഡേഴ്സിൻ്റെ ഫ്ലാറ്റാണ്. സപ്തവർണ്ണ ഡെവലപ്പേഴ്സിൻ്റെ സൗപർണിക റീജൻസി എന്ന് പറഞ്ഞ ഫ്ലാറ്റാണ്. ഇതാണ് നമ്മുടെ ഫ്ലാറ്റിലേക്ക് എൻട്രൻസ്. അപ്പോൾ നമസ്കാരം, ഇതാണ് നമ്മുടെ ഫ്ലാറ്റിലേക്ക് വരുന്ന എൻട്രൻസ് കേട്ടോ. ശരി. വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളൊരു ഫ്ലാറ്റാണ് കേട്ടോ. ഇനി ഞാൻ ഇവിടെ സംസാരിക്കുന്നത് തന്നെ അറിയാം, നല്ല സൈലൻ്റ് ഏരിയ ആണ്. എന്താ നമ്മൾ അയ്യന്തോളിൽ നിന്ന് വല്ലാണ്ട് ഉള്ളിലേക്ക് വന്നിട്ടില്ല. നമ്മൾ കയറുമ്പോൾ തന്നെയാണ് നമ്മുടെ പാർക്കിങ് വരുന്നത്.
ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ ഫ്ലാറ്റ് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ G+2 ആണ്. മുകളിൽ ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഗ്രൗണ്ട് ഫ്ലോർ വരപ്പോൾ നമുക്ക് വരുന്ന കസ്റ്റമേഴ്സൊക്കെ സീനിയർ സിറ്റിസൺസ് ആണ്. അപ്പോൾ അവർക്ക് കയറി ബുദ്ധിമുട്ടുണ്ടെന്നുള്ള രീതിയിലാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമുക്ക് ഫ്ലാറ്റ് നമ്മൾ എടുത്തിട്ടുള്ളത്. S3 എന്നാണ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ നമ്പർ വരുന്നത്. ആ S3 നമുക്കുള്ള പാർക്കിംഗ് നമുക്കുണ്ട്. മാർക്കറ്റ് പാർക്കിംഗാണ്. പല ഫ്ലാറ്റിനും കോമൺ പാർക്കിംഗാണ് വരുന്നത്. ഇതിന് ഇൻഡിവിജ്വൽ കവേർഡ് പാർക്കിംഗ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ പാർക്കിംഗ് അങ്ങനെ കോമൺ പാർക്കിംഗ് ഉള്ള ഫ്ലാറ്റ് കൂടുതൽ എടുക്കാറില്ല. ഓക്കെ, ഫ്ലാറ്റ് S3 മാർക്ക് ചെയ്ത ഫ്ലാറ്റാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ കയറി വന്നത് നമ്മുടെ ഈ ഫ്ലാറ്റാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. താങ്ക് യു. വിശാലമായ സ്പേസാണ്. ഒരു 100 ആൾക്കാരുടെ പരിപാടിയൊക്കെ സുഖമായിട്ട് നടത്താൻ പറ്റിയ സ്ഥലമാണ്. അവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് എന്താ പറയുക, വേസ്റ്റ് കത്തിക്കാനുള്ള ഒരു ഇതുണ്ട്. വരുമ്പോൾ തുണി ഉണക്കാടാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ എല്ലാ സ്ഥലവും അടിപൊളിയാണ്. നല്ല പക്ക വെൽ മെയിൻറ്റെയിൻഡാണ്. നമ്മൾ മാസം വെറും 1000 രൂപ മാത്രമാണ് ഇതിൻ്റെ മെയിൻ്റെനൻസ് വരുന്നത്. CCTV എല്ലാം ഉണ്ട്. അതുപോലെ ഫുള്ള് ഞാൻ വരുന്ന വഴി കാണിച്ചു തരാം. സ്റ്റെപ്പ് വരുന്നത് ഫുള്ള് എപ്പോഴും ക്ലീൻഡായിരിക്കും, നല്ല ഹൈജീൻഡാണ്. ഓക്കെ, വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടെയാണ്. ഇതാണ് നമ്മുടെ കിണർ വരുന്നത് കേട്ടോ. കിണർ വെള്ളമാണ്. പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് കിണർ വെള്ളമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 3 BHK ഫ്ലാറ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല ഞാൻ ആ ഫ്ലാറ്റ് കാണിക്കുന്നത്, ഞാൻ പുറത്തൊക്കെ കാണിച്ചിരുന്നു, പക്ക വെൽ മെയിൻറ്റെയിൻഡ് ആണ്. വെറും 10+ ഇയേഴ്സ് മാത്രമാണ് ഇതിന് പഴക്കമുള്ളൂ. സപ്തവർണ്ണ ബിൽഡേഴ്സിൻ്റെ ആണ്. നിങ്ങൾക്കറിയാം, സപ്തവർണ്ണ ബിൽഡേഴ്സിൻ്റെ കുറേ ഉണ്ട്. അവർ ഒരു പ്രൊജക്റ്റാണ്. അപ്പുറത്ത് നമുക്ക് സൗഗന്ധിക റീജൻസി ഉണ്ട്, അതിൽ തന്നെ സൗപർണിക റീജൻസിയാണ്. രണ്ട് അടുത്തടുത്തുള്ള G+2 അപ്പാർട്ട്മെന്റ്സ് തന്നെയാണ്. നമ്മുടെ ഫ്ലാറ്റ് വരുന്നത് സൗപർണിക റീജൻസിയിലാണ്. ഗ്രൗണ്ട് ഫ്ലോർ ആണ് കേട്ടോ. അതാണ് വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പല ഫ്ലാറ്റ്, നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലീസ് ആയിട്ടുള്ള ഫ്ലാറ്റ് നോക്കുമ്പോൾ ഈ പറയുന്ന പോലെ G+2 ഫ്ലാറ്റൊക്കെയാണ്. എല്ലാവർക്കും നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ഒരു പാർക്കാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കോൺസെപ്റ്റിൽ എന്താ ഒരു ബഡ്ജറ്റിൽ നോക്കുമ്പോൾ കൂടുതലും ഈ G+2 അപ്പാർട്ട്മെന്റ് ആണ്. അതിന് ഈ ലിഫ്റ്റ് വരാറില്ല. അതുകൊണ്ട് തന്നെ ഈ പല ആൾക്കാരും ലിഫ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഫസ്റ്റ് ഫ്ലോർ ആയിരിക്കും, സെക്കൻഡ് ഫ്ലോർ ആയിരിക്കും. അപ്പോൾ നമ്മൾ നോക്കിയെടുത്തേക്കുന്നത് തന്നെയാണ് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. 3 BHK. അതിൻ്റെ ഉള്ളിൽ കാണിച്ചിട്ടുള്ള എന്ത് വിശാലമായ സ്ഥലമാണ്. ഫർണിഷ്ഡ് കിച്ചൺ. ഇതിൽ നമ്മൾ കോംപ്ലിമെന്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തിരുന്ന അതിൽ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി കൊടുക്കും. നിങ്ങളുടെ കീ തരുമ്പോൾ നിങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അത് എൻ്റെ ഗ്യാരണ്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എല്ലാം അടിപൊളി ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തരുന്നത്. ഓക്കെ, പിന്നെ വെള്ളത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ കിണർ വെള്ളമാണ്. പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് കിണർ വെള്ളമാണ്.
ഈ പല ഫ്ലാറ്റിനും കിണർ വെള്ളം കിട്ടാനില്ല. അടിപൊളി വെള്ളം കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ നൈബേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചറിയാം ഫ്ലാറ്റ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്. എന്നാലും ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ബോർവെല്ലും ഉണ്ട്. ഇതുവരെ അതിൻ്റെ വലിയ യൂസ് വന്നിട്ടില്ല, എന്നാലും ബോർവെല്ലും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. കിണറാണ് പ്രൈമറി സോഴ്സ് ഓഫ് വാട്ടർ. ഓക്കെ, അപ്പോൾ വെള്ളത്തിന്റെ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കേണ്ട. താമസക്കാർക്ക് ഭൂമി അവകാശം, ഇതിൽ മൊത്തം 16 സംതിങ് സെന്റിലാണ് ഈ ഫ്ലാറ്റ് പണി കഴിഞ്ഞിരിക്കുന്നത്. മൊത്തം 9-10 ഫ്ലാറ്റ് ഉണ്ട്. 9 ഫ്ലാറ്റാണ്. അതിൽ ഒരു താമസക്കാർക്ക്, അതായത് ഒരു ഓണറിന് 2ന്റെ അടുത്ത് സെന്റ് നമുക്ക് ഇതിൽ അൺഡിവൈഡ് ഷെയർ വരുന്നുണ്ട്, അതായത് ഭൂമി അവകാശം വരുന്നുണ്ട്. ഈ ഒരു അയ്യന്തോള് ഭാഗത്തൊക്കെ ഒരു സെന്റിന് തന്നെ നിങ്ങൾക്കറിയാം, ഇവിടെയുള്ള ആൾക്കാരാണെങ്കിൽ അറിയാം, നല്ല റേറ്റാണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ബെനിഫിറ്റും കൂടെ ഉണ്ട്. പിന്നെ ഈ വരുന്ന റോഡും കാര്യങ്ങളൊക്കെ പരിസരമൊക്കെ ഫുൾ പക്ക ക്ലീൻഡ് ആണ്. അതായത് അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കളക്ടറേറ്റിന് സമീപത്തുള്ള സ്ഥലങ്ങളാണ് എല്ലാം. അതുകൊണ്ട് തന്നെ ഫുൾ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻഡ് ആണ്. പിന്നെ ഇതിൻ്റെ ഫെസിലിറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുകളിൽ ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. ഞാൻ കാണിച്ചു തന്നില്ല, ഒരു 100 പേർക്ക് അടിപൊളിയായിട്ട് നല്ല ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടത്താനുള്ള സ്പേസ് ഉണ്ട് അവിടെ. അതൊക്കെ നമുക്ക് കോമൺ ഏരിയ ആണ്, യൂസബിൾ ഏരിയ ആണ്. പിന്നെ ഉണക്കാനിടണമെങ്കിലും അവിടെ പോയിട്ട് നമുക്ക് ഇടാം. പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് അവിടെ കത്തിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ബാക്കിയുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ, ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ പുറത്ത് വെച്ചാൽ മതി, കൊണ്ടുപോകും. പിന്നെ കോർപ്പറേഷൻ്റെ ആൾക്കാരും വരും. അതേപോലെ CCTV ആണ്, അടിയിൽ തന്നെ 6 CCTV ആണ്. എല്ലാത്തിൻ്റെയും ആക്സസ് നിങ്ങളുടെ കയ്യിലേക്ക് തരും, അതിൻ്റെ ഓണർക്ക് തരും. അപ്പോൾ അതൊന്നും പേടിക്കേണ്ട. ഫുള്ള് ക്യാമറ സർവീലൻസിൻ്റെ അണ്ടറിലാണ്. പിന്നെ പാർക്കിംഗ്, ഇൻഡിവിജ്വൽ പാർക്കിംഗ് ഞാൻ കാണിച്ചു തന്നല്ലോ. ഇതൊക്കെയാണ്. ഈ ഒരു 3 BHK ഫ്ലാറ്റിന് നമ്മൾ വലിയ രീതിക്കൊന്നും പ്രൈസ് പറയാറില്ല. ഈ 3 BHK ഫ്ലാറ്റിന് ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന പ്രൈസ് വെറും 45 ലക്ഷം രൂപ മാത്രമാണ്. വലിയ എമൗണ്ട് ഒന്നല്ല. ഈ അയ്യന്തോട് പരിസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, ഈ ഒരു റേഞ്ചിന് ഫ്ലാറ്റ് കിട്ടാൻ കുറവാണ്. അതും നമ്മൾ കാണിച്ച ഫ്ലാറ്റ് നല്ല കുറേ വർഷങ്ങളായിട്ട് പഴകിയ ഫ്ലാറ്റ് അങ്ങനെയൊന്നുമല്ല, നല്ല പക്ക വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഫ്ലാറ്റാണ്. 45 ലക്ഷം രൂപ നമ്മൾ പറഞ്ഞാണ്. നമ്മൾ ഫിക്സഡ് റേറ്റ് കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ പ്രോപ്പർട്ടിയാണ്, നമ്മൾ എഗ്രിമെൻറ്റ് ചെയ്തെടുത്ത പ്രോപ്പർട്ടിയാണ്. റെഡി തീര് പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ വലിയ രീതിക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും. ഓക്കെ, അപ്പോൾ അതിലോർത്ത് പേടിക്കേണ്ട. നിങ്ങൾ ആദ്യം വന്ന് ഫ്ലാറ്റ് കാണും, ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്രൈസിൻ്റെ കാര്യമൊക്കെ പിന്നല്ല, നമുക്ക് അപ്പോൾ നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ അത് യൂട്യൂബിൽ ഇട്ടതിന് പെട്ടെന്ന് തന്നെ എൻക്വയറീസ് വരും, പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകും. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പിന്നെ വിളിക്കാമെന്നൊന്നും ആലോചിച്ചിരിക്കേണ്ട. വീഡിയോ കണ്ടതും അടിയിൽ തന്നിരിക്കുന്ന ഈ നമ്പറിലേക്ക് 2 നമ്പർ ഉണ്ട്. ആദ്യത്തെ നമ്പർ പപ്പ യൂസ് ചെയ്ത നമ്പറാണ്, അതിൽ വിളിച്ചാലും എന്നെ കിട്ടുക. അതാണ് ഒരു പ്രൈമറി നമ്പർ. അതിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ 2ാമത്തെ നമ്പറിൽ വിളിക്കാം. 2ലും വാട്സാപ്പ് അവൈലബിൾ ആണ്. എനിക്ക് അതിലേക്ക് മെസ്സേജ് ഇട്ടാൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എന്നും കൂടെ ഉണ്ടാവണം. അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.